ഏതായാലും ചോറുന്നാനൊന്നുമില്ലല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. സദഖല്ലാഹുൽ അലീം. ഖാല സയ്യിദുനാ വ നബിയുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സാമ റമളാനൻ ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഅൽ കറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്, തൗഫീഖ് കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്ക് വലിയ ഒരു അവസരം നൽകി എന്നുള്ളതാണ്. അള്ളാഹുവിനെ ആദ്യമായി നമ്മൾ സ്തുതിക്കുകയാണ്. വിശുദ്ധമാക്കപ്പെട്ട റമളാനിലേക്ക് ശരീരത്തിന് യാതൊരു കേടുപാടുമില്ലാതെ വളരെ മനോഹരമായ റമളാനിലേക്ക് അള്ളാഹു നമ്മളെ എത്തിച്ചു എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്. മാസപ്പിറവി കാണുന്നത് മുതൽക്ക് തന്നെ ഒരു മനുഷ്യർക്ക് അല്ലാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് നരകത്തിൽ നിന്ന് അവൻ അല്ലാഹു സംരക്ഷിക്കും എന്നാണ്. ഹറമല്ലാഹു ജസദഹു അലൻ നീറാൻ എന്നാണ് അല്ലാഹു നമ്മളെ അറിയിച്ചിട്ടുള്ളത്. വിശുദ്ധമാക്കപ്പെട്ട റമളാനിന്റെ മാസപ്പിറവി ഒരു മനുഷ്യൻ വളരെ സന്തോഷത്തോടു കൂടി, ആഗ്രഹത്തോടു കൂടി കാണുകയും അത് കണ്ടു എന്ന് മറ്റുള്ള ആളുകളോട് പ്രചരിപ്പിക്കുകയും ആ സന്ദേശം മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്താൽ അവന്റെ ശരീരത്തിന് അള്ളാഹു നരകത്തിൽ നിന്ന് സംരക്ഷിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ്, അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി റമളാനിനെ സ്വീകരിക്കാൻ അള്ളാഹു ഒരു വലിയ അവസരം നമുക്ക് നൽകി എന്നുള്ളതാണ്. 2 മാസക്കാലം അള്ളാഹുവിനോട് നമ്മൾ ദുആ ചെയ്തു. പടച്ച റബ്ബേ വബല്ലിഗ്നാ റമളാൻ, പെട്ടെന്ന് ഞങ്ങളെ റമളാനിലേക്ക് എത്തിക്കണേ നാഥാ. 2 മാസം ബറക്കത്ത് ചോദിച്ച് പെട്ടെന്ന് റമളാനിലേക്ക് എത്തിക്കണേ, ധൃതിയോടുകൂടി റമളാനിലേക്ക് എത്തിക്കണേ എന്ന് ദുആ ചെയ്ത് അങ്ങനെ എത്തിയ റമളാനിനെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉത്തരവാദിത്വം എന്നുള്ളത്.